ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഡെവിൽ സൊറോ. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് വന്നത്. സോ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ മാക്സിമം വീഡിയോ കാണാം. സോ അഥവാ ഞാൻ ഫയൽ കൊണ്ടുവരാണെങ്കിൽ ആ ഫയലിൻ്റെ പാസ്വേഡ് ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് ചെയ്യുക. സോ അപ്പോൾ ആ പാസ്വേഡ് നിങ്ങൾ കേൾക്കാം. പിന്നെ കുറേ പേര് എന്നോട് പാസ്വേഡ് എന്താ ബ്രോ, പാസ്വേഡ് കേട്ടിട്ടില്ലേ ബ്രോ, പാസ്വേഡ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു വരും. ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാത്രം കിട്ടാത്തത് എന്താ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ നല്ലപോലെ ചെക്ക് ആയിട്ടാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ ഞാൻ ആ ടൈമിലൊക്കെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തെങ്കിലും ഇനി പാസ്വേഡ് അങ്ങനെ പറയില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കാണാം. ഈ വീഡിയോക്ക് ഇടയിൽ ഞാൻ പാസ്വേഡ് പറയും. ആ പാസ്വേഡ് ആയിരിക്കും ഞാൻ വീഡിയോയിൽ ചെയ്യുക. അതായത് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിടാം. സോ ആ പാസ്വേഡായിരിക്കും നിങ്ങൾക്ക് കിട്ടാം. അപ്പോൾ ഈ വീഡിയോ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഫയൽ വരണമെന്നില്ല. സോ ഫയൽ കിട്ടാത്തതിൻ്റെ കാരണം OB49 അപ്ഡേറ്റ് വരാൻ പോകണേ. അതായത് ഈ വരുന്ന ബുധനാഴ്ചയാണ് OB49 അപ്ഡേറ്റ് വരുന്നത്. അതിന് അഡ്വാൻസ് സെർവർ വന്നിരിക്കണേ. സോ നമ്മുടെ കോഡ് ഫൈൻഡ് ചെയ്യുന്ന ടീംസൊക്കെ ഇപ്പോൾ അഡ്വാൻസ് സെർവറിലാണ്. എനിക്കും ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്. അഡ്വാൻസ് സെർവർ വന്നപ്പോൾ തന്നെ കോഡ് ക്രാക്ക് ചെയ്യാളെ. സോ ഞാനും അതിൻ്റെ തിരക്കിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കോഡ് ഇതുവരെ ഇപ്പോൾ OB48 അപ്ഡേറ്റിൻ്റെ കിട്ടിയില്ല. എന്നാലും ഒരു പുതിയ കോഡ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ കോഡ് കിട്ടിയ ഓൺ ദ സ്പോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അത് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലിടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എന്ന് ഓർത്താണ് ഞാൻ ഓൾറെഡി പാസ്വേഡ് അടങ്ങിയിട്ടുള്ളതും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതിന് മുമ്പിട്ട വീഡിയോക്ക് ഞാൻ 100 ലൈക്ക് കിട്ടിയാൽ അടുത്ത വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇത്രയും ലാഗ് ആയതിന് കാരണം ഇതുവരെ കിട്ടാത്തത് കൊണ്ടാണ്. കോഡും കാര്യങ്ങളും എക്സാക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അത് കിട്ടിയാൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനും അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കുള്ളൂ. സോ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ ഓൺ ദ സ്പോട്ട് ഇടും. ഇന്നോ നാളെയോ മറ്റന്നാളോ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിട്ട് ഞാൻ ഫയൽ അപ്ലോഡ് ചെയ്യും. സോ ഇന്ന് കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇടണമെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഈ വീഡിയോക്കും കൂടി 100 ലൈക്ക് ആക്കുക. കാരണം കഴിഞ്ഞ വീഡിയോക്ക് 100 ലൈക്ക് കിട്ടിയപ്പോൾ എനിക്ക് പുതിയ വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു. സോ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിനൊരു വീഡിയോയും കൂടി. പിന്നെ ആ വീഡിയോ ഞാൻ വോയിസ് ഓവർ മൊത്തം ഡിലീറ്റ് ആക്കി ഒക്കെ ഒഴിവാക്കി പുതിയ വീഡിയോ ഇപ്പോൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്. കാരണം അതുവരേക്ക് ഫയലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് ന്യൂ വീഡിയോ പിന്നെയും ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോക്ക് 100 ലൈക്ക്, അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ട് ഇങ്ങനെ 100 ലൈക്ക് ആണെങ്കിൽ ആ കോഡ് കിട്ടിയാൽ എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേഗം അത് അപ്ലോഡ് ചെയ്യും. സോ നിങ്ങൾ ഫാസ്റ്റായിട്ട് 100 ലൈക്ക് അടിക്കുക. അപ്പോൾ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ തോന്നും. അതുകൊണ്ടാണ് പറയുന്നത്. സോ നിങ്ങൾ മസ്റ്റായിട്ട് സബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്താൽ മതി. സോ ഒരുപാട് ആൾക്കാർ നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 430ഓളം സബ്ബായിട്ടുണ്ട്. സോ 500 ഞാൻ അധികമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്തിട്ട് അത് 500 ആക്കി തരാം. സോ ലൈക്ക് നിങ്ങൾ അടിച്ചാലേ നിങ്ങൾക്ക് എന്താകുള്ളൂ, ഞാൻ ഇനി ആ ഫയൽ അപ്ലോഡ് ചെയ്യുള്ളൂ. അത് ഷുവറായിട്ട് കിട്ടിയ ഓൺ ദ സ്പോട്ട് തന്നെ അപ്ലോഡ് ചെയ്യും. അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അതിലാണ് ഞാൻ ഇനി എല്ലാ സാധനവും ഇടുന്നത്. സോ അതിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. എന്തായാലും ഒന്നുകിൽ ഡ്രാഗ് ആൻഡ് ഷോട്ട് ഫയൽ, അതല്ലെങ്കിൽ സെൻസി ഫയൽ, മോഡ് മെനു, ഇത് മൂന്നുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. OB49 അപ്ഡേറ്റിന് ശേഷമായിരിക്കും നല്ല കിടിലം പോലത്തെ ഹാക്സൊക്കെ വരാം. സോ അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കാം. ബെല്ലൈക്കൺ ഓണാക്കി വെച്ചേക്കാം. നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് എന്തായാലും ചെയ്യാവുന്നതാണ്. സോ ഇനിയും കൂടുതൽ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. സോ ഇപ്പം നിലവിൽ നമുക്കുള്ളത് 4 ടൈപ്പ് ഹാക്കാണ്. അതായത് ഒന്ന് മോഡ് മെനു, ലുവ സ്ക്രിപ്റ്റ്, മെറ്റാഡാറ്റ കോപ്പി പേസ്റ്റ്, ഡ്രാഗ് ആൻഡ് ഷോട്ട്. ഡ്രാഗ് ആൻഡ് ഷോട്ടിൻ്റെ ഫയൽ തന്നെ അത് പല രീതിയിലായി ചെയ്യുന്നുള്ളൂ. ആ ഫയൽസ്, പിന്നെ സെൻസി ഫയൽസ്, ഇങ്ങനെ 4 ടൈപ്പ് ഫയൽസാണ് ഇപ്പം നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സോ ഇപ്പോൾ ഇത് കൂടാണ്ട് റൂട്ടഡ് ഡിവൈസിൻ്റെ ഫയൽസുകളുണ്ട്. അപ്പോൾ ഈ റൂട്ടഡ് ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നത് കൊണ്ട്, മൊബൈലല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് അത് ബാൻ കിട്ടില്ല. നിങ്ങൾക്ക് മെയിൻ അക്കൗണ്ടിൽ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് റൂട്ടഡ് ഡിവൈസിൻ്റെ. പക്ഷേ പലർക്കും റൂട്ടഡ് ഡിവൈസ് ഇല്ല. അതുകൊണ്ടാണ് പ്രശ്നം. വേറെ ആപ്ലിക്കേഷൻ ഷിസൂക്കു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. ഷിസൂക്കു എന്നുള്ള ഒരു താൽക്കാലികം മാത്രമാണ്. പക്ഷേ അത് വലിയ റൂട്ടഡ് അല്ല. അത് ചെറിയൊരു ഡാറ്റ ആക്സസ് മാത്രമേ അപ്രൂവലായി കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ആക്ച്വലി ഒരു ഡാറ്റ ഫയൽ കോപ്പി പേസ്റ്റ് ഇഷ്യൂ ഉള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റിയ റൂട്ട് ആക്സസ് ആണ് ഈ ഷിസൂക്കു എന്നുള്ളത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ റൂട്ടഡ് വിർച്വൽ ആപ്പിക്കൊക്കെ വെച്ച് ചെയ്യാൻ സാധിക്കും. എന്നാലും ആ വിർച്വൽ ആപ്പിക്ക് ഡിറ്റക്റ്റ് ചെയ്താൽ ബാൻ കിട്ടും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡിവൈസ് റൂട്ടഡ് ഡിവൈസ് ആണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫയൽ ഹാക്കേഴ്സൊക്കെ നിങ്ങൾ കാണും. ഐഫോൺ യൂസേഴ്സ്, അതുപോലെ ആൻഡ്രോയിഡിൻ്റെ പാനൽ യൂസ് ചെയ്യുന്നവരൊക്കെ. സോ അവരൊക്കെ റൂട്ടഡ് ഡിവൈസിലാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ടാണ് അത്ര ആൻറ്റിബാൻ ഉള്ളത്. പെയ്ഡിൻ്റെ എക്സ്ട്രീം പെയ്ഡ് പാനൽസ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ പാനൽസുകളൊക്കെ ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. സോ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇപ്പം നിലവിൽ ഒരുപാട് കോഡുകൾ ഫൈൻഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള പാനലുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് നിങ്ങൾ ടെലഗ്രാമിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇന്നോ നാളെയോ നമ്മുടെ ചാനലിൽ ഫയൽസ് ഷുവറായിട്ട് വരും. സോ ഫയൽസ് ഉറപ്പായിട്ട് നമ്മുടെ ഇന്നോ നാളെയോ ചാനലിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോക്ക്, അതായത് അതിൻ്റെ പാസ്വേഡ് ഞാൻ ഈ വീഡിയോയുടെ ഇടയിലാണ് പറയുക. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് മസ്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ട് ഈ പാസ്വേഡിന് വേണ്ടി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ, ലൈക്ക് അടിക്കുക, ഫയൽ അപ്ലോഡ് ചെയ്യുക, ഓൺ ദി സ്പോട്ട് ഡൗൺലോഡ് ആക്കുക, കളിക്കുക, നിങ്ങളുടെ CS റാങ്കും BR റാങ്കൊക്കെ പുഷ് ആക്കുക, ക്ലസ്റ്റർ റൂംസ് കളിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുക. സോ നിങ്ങൾക്ക് ഏതൊക്കെ സാധനമാണ് വേണ്ടതും അതായത് പല രീതിയിലുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ആക്കി കൊടുക്കൽ. എല്ലാവരുടെ ഇഷ്യൂ പ്രോബ്ലംസൊക്കെ നമ്മൾ സോൾവ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിന് എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ തന്നെ അതിൻ്റെ ചാറ്റ് ഗ്രൂപ്പ് അവിടെ ലഭ്യമാണ്. സോ അതിൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ചാറ്റ് ഗ്രൂപ്പ് ലഭ്യമാവും. അതിൽ ജോയിൻ ചെയ്തിട്ട് മെസ്സേജ് അയക്കുമ്പോഴാണ് ഞാൻ പലർക്കും റീപ്ലൈ കൊടുക്കലും കാര്യങ്ങളൊക്കെ എല്ലാം സോൾവ് ആക്കി തരുത്തും. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഫയൽസ് വരാണെങ്കിൽ ഇനി വീഡിയോക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ആ ഫയൽ ഡൗൺലോഡ് ആക്കുക, പാസ്വേഡ് ഓർത്ത് വെക്കുക. പാസ്വേഡ് മറന്നാൽ പിന്നെ നിങ്ങൾ വീഡിയോ കാണേണ്ടി വരും. സോ പാസ്വേഡ് മൊത്തമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് പാസ്വേഡ് ഓർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളെന്തൊക്കെ ആ പാസ്വേഡ് അടിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് ചെയ്താൽ ഞാൻ ഇന്ന് ആ കോഡ് കിട്ടുകയാണെങ്കിൽ ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഉറപ്പായിട്ട് ഇടും. നാളാണ് കിട്ടുകയാണെങ്കിൽ നാളെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ 100 ലൈക്ക് ആക്കിയാലേ എനിക്ക് അതിനനുസരിച്ച് ഇടാൻ സാധിക്കുള്ളൂ. സോ 100 ലൈക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്രയും പ്രതീക്ഷിക്കുന്നത്. ഇത്ര ആൾക്ക് വേണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ 100 ലൈക്ക് പ്രതീക്ഷിക്കുന്നത്. 100 ആൾക്കെങ്കിലും ഉണ്ടെങ്കിലല്ലേ അതിനനുസരിച്ച് സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ മസ്റ്റായിട്ട് കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിരിക്കണേ. കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ കാണാറുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്, അവർക്ക് ഡൗട്ടുള്ളവർ ചാറ്റ് ഗ്രൂപ്പിൽ അറിയിക്കാറുണ്ട്, ഞാൻ അവർക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാറുണ്ട്. സോ സെറ്റപ്പ് വീഡിയോയിൽ കുറച്ച് ചേഞ്ച് ചെയ്യാൻ മുമ്പിട്ട് ഡ്രാഗ് അടിച്ചോട്ട് നമ്മൾ ഒരുപാട് ബൈപ്പാസ് കോഡുകളും അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലായിരുന്നു. പക്ഷേ അതിൽ വിർച്വൽ APK ഡിറ്റക്ഷൻ വന്നതുകൊണ്ടാണ് ഏകദേശം പണി പാളിയത്. ആ വിർച്വൽ APK ഡിറ്റക്ഷൻ വന്നതോടുകൂടി എല്ലാം പണി പാളിയിട്ടുണ്ട്. സോ എന്തായാലും ന്യൂ സാധനങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ഈ വിർച്വൽ APK ഡിറ്റക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരും. ഈ OB48 അവസാനത്തെ ഒരു ഹാക്കോ പാനലോ സെൻസീവ് ഫയലോ ഒക്കെ ആയിരിക്കും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നത്. സോ അത് കഴിഞ്ഞാൽ OB49 അപ്ഡേറ്റ് വന്നിട്ട് അതിൻ്റെ പുതിയ സെക്യൂരിറ്റി ചേഞ്ചസ് ഒക്കെ OB49 അപ്ഡേറ്റിൽ എന്തായാലും വരും, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. OB46 നിന്നും OB47 അപ്ഡേറ്റിലേക്ക് വന്നപ്പോഴേക്കും മെറ്റാഡാറ്റ ഹാക്കേഴ്സിന് ചെറുതായി പണി കിട്ടി. എന്നാലും പല രീതിയിലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മെറ്റാഡാറ്റ ഹാക്കുകൾ വളരെ രീതിക്ക് മുന്നോട്ട് പോയിരുന്നു. OB48 അപ്ഡേറ്റ് വന്നപ്പോഴേക്കും മെറ്റാഡാറ്റ ഫ്രീ ഫയർ മാക്സിൽ നിന്നും നോർമൽ ഫ്രീ ഫയറിൽ നിന്ന് എടുത്തു കളഞ്ഞു. ആകെ ഗ്ലോബൽ FFൽ മാത്രമായിരുന്നു. അത് തന്നെ ഒരുമാതിരി പുതിയ ടൈപ്പ് കിഡില ആൻറ്റി ചീറ്റ് ഗെറനെ കൊണ്ടുവന്നിട്ട് അതൊക്കെ എല്ലാ ടൈപ്പ് ഹാക്കേഴ്സിനെയും റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു. മൊബൈൽ ഇപ്പോൾ ആൻറ്റി ചീറ്റ് സിസ്റ്റം കാരണം വളരെ ഹാക്കേഴ്സ് കുറവാണ്. ഇപ്പോൾ ഏകദേശം അവസാന നിമിഷത്തേക്കാണ് കിടിലം പോലത്തെ ഹാക്കും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് ഹാക്കേഴ്സ് പിന്നെയും വന്നിട്ടുള്ളത്. സോ അതുപോലെ തന്നെ OB49 അപ്ഡേറ്റാണ് ഇനി വരാൻ പോകുന്നത്, വരുന്ന ബുധനാഴ്ച. അതിൽ എന്തൊക്കെ ടൈപ്പ് ആൻറ്റി ചീറ്റും അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് അറിയാൻ സാധിക്കില്ല. അഡ്വാൻസ് സെർവറിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് OB49 അപ്ഡേറ്റ് വന്നതിന് ശേഷമായിരിക്കും ഇനി ന്യൂ സാധനങ്ങളൊക്കെ വരാം. അപ്പോൾ അതിനിടയിൽ ഏതെങ്കിലും ഒരു ഫയൽ ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. സോ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് അടിക്കുക. ഇനിയും OB49 ആയിക്കോട്ടെ, OB50 ആയിക്കോട്ടെ, ഏത് അപ്ഡേറ്റ് വന്നാലും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകും. സോ ഈ ചാനലിൽ ഞാൻ ഇനിയും പുതിയ ഫയൽസും സെൻസിറ്റിവിറ്റി ആയിക്കോട്ടെ, പെയ്ഡ് സെൻസി ആയിക്കോട്ടെ, എല്ലാ സാധനവും നമ്മൾ കൊണ്ടുവരുന്നതാണ്. സോ ഫെയർ പ്ലേയേഴ്സിനും അതേപോലെ മോഡ് യൂസേഴ്സിനും എല്ലാവർക്കും ഗുണമുള്ള ഒരു ചാനലാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഒരുമാതിരി വെറുപ്പിക്കാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കുക. അതായത് ആളുകളെ ഒരുപാട് വെറുപ്പിച്ച് കളിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് ഇഷ്യൂസ് വരുന്നത്. നിങ്ങൾ നോർമലായിട്ട് ചെറുതായ രീതിയിൽ അതായത് കുറഞ്ഞ കിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഒരു ഫയൽ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. സോ അതുകൊണ്ടാണ് അങ്ങനത്തെ ഫയൽസുകളൊക്കെ യൂസ് ചെയ്യാൻ പറയുന്നത്. ഒരുപാട് ഹാർഡായിട്ടുള്ള ഫയൽസും ഒരുപാട് മോഡും ഫ്യൂച്ചേഴ്സൊക്കെ ഓണാക്കിയിട്ട് അങ്ങോട്ട് അടിച്ച് കയറിയാൽ ഏത് സാധനവും പണി കിട്ടും. സോ പെട്ടെന്ന് ബാച്ചാവും. ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനി ഇതേപോലത്തെ ഫയൽസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് സേഫ് ആക്കാന്നുള്ള ടിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്നും കൂടി പറയാം. അതായത് ഡെയിലി നിങ്ങൾ ഏത് ഫയൽ എന്നാലും ഒരു ബോട്ട് ID തുടങ്ങാം. ആ ബോട്ട് IDയിൽ 5 മാച്ച് ആദ്യം കളിക്കാം. ആ 5 മാച്ചിൽ ബാൻ കിട്ടിയില്ലെങ്കിൽ സോ ഓൺലൈൻ ബാൻ, അതല്ല ബ്ലാക്ക് ലിസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഓൺലൈൻ ബ്ലാക്ക് ലിസ്റ്റ് ഇഷ്യൂ സോൾവ്ഡ്. ഓൺലൈൻ ബ്ലാക്കും ഓൺലൈൻ ബാനും ഇല്ല എന്നാണ് ആ 5 മാച്ചിനർത്ഥം.
അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ഓഫ്ലൈനിൽ 1 മണിക്കൂർ നിർത്തി വെക്കാം. ഓക്കെ, ആ 1 മണിക്കൂർ നിങ്ങൾ നിർത്തി വെച്ചിട്ട് കയറിയിട്ട് ബാനോ ബ്ലാക്ക് ലിസ്റ്റോ ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഓഫ്ലൈൻ ബ്ലാക്ക് ലിസ്റ്റും ഓഫ്ലൈൻ ബാനും ഓൺലൈൻ ബ്ലാക്ക് ലിസ്റ്റും ഓൺലൈൻ ബാനും ഫിക്സഡ് ആണ്. സോ അന്നത്തെ ദിവസത്തെ മൊത്തം കാര്യങ്ങൾ സേഫാണ്. നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്ത് കളിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ടെസ്റ്റ് നടത്തേണ്ടത്. സോ ഇത് അന്നത്തെ ദിവസമാവും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. അതായത് ഈ ഫയൽ പാച്ച് അയക്കണോ പാച്ച് ആയിട്ടില്ലേ എന്ന് അറിയാൻ എന്തൊക്കെ ഈ സാധനം നിങ്ങൾ ഡെയിലി ചെയ്യുക. രാവിലെ എണീക്കുക, ഒരു 5 മാച്ച് കളിക്കുക, 1 മണിക്കൂർ ഓഫ്ലൈനിൽ നിർത്തുക, അതിനുശേഷം കയറാം. സോ അതിനുശേഷം നിങ്ങൾ ബാക്കി കയറി കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറാണ് പാച്ചായ കാര്യം നിങ്ങൾക്ക് സ്വയം അറിയാൻ സാധിക്കും. നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ഫുള്ളി സേഫ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കും. നിങ്ങൾക്ക് മെയിൻ അക്കൗണ്ട് പുഷ് ചെയ്യുക, മെയിൻ അക്കൗണ്ട് സേഫായിട്ട് എല്ലാ ഫയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഈ ടിപ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാം. സോ നമ്മളുടെ പാസ്വേഡ്, ഓക്കെ, നമ്മൾ ഈ ഒരു ഫയലിൻ്റെ പാസ്വേഡ് Zoro12 എന്നാണ്. സോറോ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ്, ZORO ഫുൾ ക്യാപിറ്റൽ ലെറ്ററാണ്, 12 ആണ്. Zoro12 എന്നാണ് ഈ ഫയലിൻ്റെ പാസ്വേഡ്. അതാരും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ വീഡിയോയും കാര്യങ്ങളും ഇനിയും നമ്മൾ അപ്ലോഡാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വീണ്ടും കാണാം. ബൈ ഗൈസ്.